മുംബൈ വരെ വന്നിട്ട് സ്ഥലങ്ങൾ കാണാൻ പോകുന്നതിനോടൊപ്പം ചെറുതും വലുതുമായ ഇവിടുത്തെ ട്രാവലിംഗ് ഓപ്ഷൻസ് ട്രൈ ചെയ്യാതെ പോകുന്നത് മണ്ടത്തരമല്ലേ? അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറെ ഓപ്ഷനുകൾ നമ്മൾ പരീക്ഷിച്ചു. അതിൽ മികച്ച ഒന്നിലേക്കാണ് ഇപ്പൊ പോകുന്നത്. 2014 പ്രവർത്തനം ആരംഭിച്ച മുംബൈയിലെ ആദ്യത്തെ മെട്രോ ലൈനിലെ ആദ്യ സ്റ്റേഷനിലേക്കാണ് നമ്മുടെ യാത്ര. ഘാട്ട്കോപ്പർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഇറങ്ങിയാൽ അവിടെ നിന്ന് നേരിട്ട് ഇതുപോലെ ഘാട്ട്കോപ്പർ മെട്രോ സ്റ്റേഷനിലേക്ക് കയറാനുള്ള എൻട്രൻസ് ഉണ്ട്. ഇടിച്ചു തള്ളിപ്പോകുന്ന ആൾക്കാരെല്ലാം കൂടി ആ സുരക്ഷാവാതിൽ കൂടെ കടക്കാത്തത് കൊണ്ടായിരിക്കും അതിന്റെ പുറത്തുകൂടിയായാലും പോകാൻ അവിടെ നിന്ന് ഉദ്യോഗസ്ഥ മാടി വിളിക്കുന്നു. അവര് വിളിച്ച സ്ഥിതിക്ക് എങ്ങനെയാ പോകാതിരിക്കുക എന്ന് കരുതി ഞങ്ങൾ കയറി അപ്പുറത്തേക്ക് പോവാണ്. അപ്പുറത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് പുറത്തേക്കുള്ള വഴിയാണെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? എങ്ങനെയോ ഞൊത്തു ഞെരുങ്ങി അപ്പുറത്തെത്തി. വലിയ തിക്കും തിരക്കുമുള്ള ഇവിടെ ടിക്കറ്റ് എടുക്കുക ഒരു ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞയച്ചിട്ട് ഞാൻ മാറി നിൽക്കുവാണ്. അങ്ങനെ ഏറെ നേരം നിന്ന് 30-60 രൂപ മുടക്കി ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക്. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേശ് ആൻഡ് സുരേഷ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇതിനു മുമ്പുള്ള മുംബൈ എപ്പിസോഡുകൾ കാണാത്തവർ അത് കാണാൻ മറക്കല്ലേ. ഇല്ലെങ്കിൽ ദോഷം കിട്ടും കേട്ടോ. വീണ്ടും ശരിക്കുമുള്ള മെറ്റൽ ഡിറ്റക്ടിംഗ് ഡോർ ഫ്രെയിമിലൂടെ കടന്ന് ടിക്കറ്റ് സ്കാൻ ചെയ്ത് വേണം അകത്ത് കയറാൻ. അകത്ത് കയറി തിരക്കേറിയ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു നീങ്ങുമ്പോൾ തൊട്ട് മുകളിൽ കൂടെ പറന്നിറങ്ങുന്ന വിമാനം. കാരണം അടുത്ത് തന്നെയാണ് ഛത്രപതി ശിവാജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട്. മൊത്തം യാത്രക്കാരുടെ എണ്ണത്തിൽ ഡൽഹി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ വിമാനത്താവളമാണിത്. 2023-24 സാമ്പത്തിക വർഷത്തിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ ഏഷ്യയിലെ ഏറ്റവും തിരക്കേറിയ 9ാമത്തെയും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 25ാമത്തെയും വിമാനത്താവളം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും അദാനി ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ അദാനി എന്റർപ്രൈസിന്റെയും ജോയിന്റ് വെഞ്ചർ മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് MIAL ആണ് ഈ വിമാനത്താവളത്തിന്റെ നടത്തിപ്പ്. നമ്മൾ മെട്രോയിൽ തുടങ്ങി ഇപ്പോൾ എയർപോർട്ടിൽ വന്ന് നിൽക്കുകയാണ്. അയ്യോ ബാ, നമുക്ക് തിരിച്ചു പോകാൻ. ടിക്കറ്റ് എടുത്ത് വെച്ചേക്ക, ട്രെയിൻ മിസ്സാകരുത്. പെട്ടെന്ന് വന്നത് കാര്യമായി ട്രെയിൻ എത്തിപ്പോയി. നല്ല ആളുണ്ട് കയറാൻ വേണ്ടി. ട്രെയിനിന്റെ ഉള്ളിലാണെങ്കിലും അടിപൊളി തിരക്ക്. അങ്ങനെ ട്രെയിൻ കയറി വിൻഡോയിലൂടെയുള്ള കാഴ്ചകൾ മനോഹരവും ആകാംക്ഷ നിറഞ്ഞതുമാണ്. ഏറ്റവും ഭംഗിയായുള്ളത് മാത്രം കണ്ട് എല്ലാം പോസിറ്റീവായിട്ടോ ചേരികളുടെ മാത്രം കാണിച്ച് എല്ലാം നെഗറ്റീവായിട്ടോ അല്ല, പകരം എല്ലാ കാഴ്ചകളും അതിന്റെ യാഥാർത്ഥ്യത്തോടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഉയർന്നു നിരന്ന പഴയതും പുതിയതുമായ വൻകിട ബിൽഡിംഗ്സും അപ്പാർട്ട്മെന്റുകളും വണ്ടികൾ നിറഞ്ഞ് ഒഴുകുന്ന വലിയ റോഡുകളും ഒപ്പം കുത്തി നിറച്ച കുഞ്ഞൻ വീടുകളും മരങ്ങളും പച്ചപ്പും ടവറുകളും. കുത്തി നിറച്ച കുഞ്ഞൻ കൂരകൾ നിറഞ്ഞ ചേരികളുടെ വിശാലമായ കാഴ്ച ഈ ലൈനിലൂടെയുള്ള യാത്രയിൽ കാണാം. അട്ടിയടിക്കി നിറച്ചിരിക്കുന്ന വീടുകളിന്റെ മുകളിൽ ആസ്പെറ്റോസ് ഷീറ്റ് പാകി ചോരുന്നുകൊണ്ടാകാം അതിന്റെ മുകളിൽ ടാർപ്പ വിരിച്ച് അത് പറന്നു പോകാതിരിക്കാനാകാം ഓടുകൾ നിരത്തിയിരിക്കുന്നു. ചൂടിന്റെ ആധിക്യം കാരണമാകാം ഈ അവസ്ഥയിലുള്ള പല വീടുകളിലും AC ഉണ്ട്. എന്നാൽ ചിലയിടത്ത് ചെല്ലുമ്പോൾ കാഴ്ചകൾ പെട്ടെന്ന് മാറുന്നു. വീതിയേറിയ തിരക്കേറിയ വീതിക്കരികിൽ ആകാശം മുട്ടയുള്ള ബഹുനില സൗധങ്ങളും കച്ചവട സ്ഥാപനങ്ങളും വൻകിട ആഡംബര ഹോട്ടലുകളും പുതിയതായി പണി കഴിപ്പിക്കുന്ന വലിയ ബിൽഡിംഗ്സും ക്രെയിനുകളും, ഇടയ്ക്കാണെങ്കിൽ മലിനമായ ചെറിയ തോടുകളും സ്കൂളും ആശുപത്രിയും കോർപ്പറേറ്റ് ഓഫീസുകളും ക്ഷേത്രങ്ങളും അങ്ങനെ കാണാനേറെയുണ്ട്. സുഹൃത്തുക്കളെ, ഇത് മുംബൈ മെട്രോയിലെ ബ്ലൂ ലൈനാണ്. വെർസോവയിൽ തുടങ്ങി അന്ധേരി വഴി ഘാട്ട്കോപ്പർ വരെ 11.4 കിലോമീറ്റർ നീളുന്ന ഈ ലൈനിൽ 12 സ്റ്റേഷൻസ് ഉണ്ട്. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ 69%, മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി 26%, ഫ്രാൻസിലെ വിയോലിയ ട്രാൻസ്പോർട്ട് എന്ന കമ്പനി 5% എന്നിവയുടെ സംയുക്ത സംരംഭമായ മുംബൈ മെട്രോ 1 പ്രൈവറ്റ് ലിമിറ്റഡ് MMOPL ആണ് ഈ മുംബൈ മെട്രോ ലൈൻ 1 പ്രവർത്തിപ്പിക്കുന്നത്. കാഴ്ചകൾക്കിടയിൽ കുറച്ച് സ്റ്റോപ്പുകളും കഴിഞ്ഞുപോയി. ആളുകൾ ഇറങ്ങിയും കയറിയും മുൻപോട്ട്.
അങ്ങനെ വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ എന്ന സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് മറ്റൊരു ലൈനിലേക്ക് മാറിക്കയറണം. ലൈൻ 1 നിന്നും ലൈൻ 7 മാറണം. അങ്ങനെ നമ്മളെ കൊണ്ടുവന്ന ട്രെയിനും പോയി. ഈ കെട്ടിടത്തിന്റെ എക്സിറ്റിൽ നിന്നും റെഡ് ലൈനിലെ സ്റ്റേഷനിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. അതൊരു ആകാശപാതയാണ്. ചുറ്റിനും വികസനത്തിന്റെ നിറം പിടിച്ച കാഴ്ചകൾക്ക് നടുവിലൂടെ 2 ലൈനിലെ 2 സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ഭീകരൻ ആകാശ നടപ്പാലം. താഴെക്കൂടി തുരുതുരാ പോകുന്ന വാഹനങ്ങൾ, അടിപൊളി ഡബിൾ ഡെക്കർ ബസ് വരെ, മുകളിൽ തലങ്ങും വിലങ്ങും ഓടുന്ന മെട്രോ ട്രെയിനുകൾ, ചുറ്റിനും ചില്ലുകളിൽ തിളങ്ങുന്ന ബിൽഡിംഗ്സ്. നമ്മളായിട്ട് ഉറയേണ്ടാന്ന് വെച്ച് 2-3 സെൽഫി വെച്ചം കാച്ചി. വെൽക്കം ടു മെട്രോ ലൈൻ 7. സുഹൃത്തുക്കളെ, ഈ സ്റ്റേഷന്റെ പേര് ഗുണ്ടാവള്ളി എന്നാണ്. എന്ത് വള്ളിയായാലും ശരി, ട്രെയിൻ കയറിയിട്ട് തന്നെ കാര്യം. തോക്കും പിടിച്ച് ഒരു പട്ടാളക്കാരൻ അവിടെ നിൽപ്പുണ്ട്. ആ തൂക്കിയിട്ടിരിക്കുന്ന തോക്ക് മെഷീൻ ഗൺ അല്ല, കണ്ടിട്ട് ഷോട്ട് ഗൺ ആണെന്ന് തോന്നുന്നു. വരുന്ന വഴിക്ക് ഇവൻ എന്തെല്ലാം അറിയണം ഇല്ലയോ? ക്യാമറയൊക്കെ ഉണ്ട്, സുരക്ഷിതമാണ്. പിന്നെ മുംബൈ മെട്രോയുടെ സ്റ്റോപ്പുകളും നിരക്കും കാണിച്ചുകൊണ്ടുള്ള ബോർഡ് ഇവിടെയുണ്ട്. വെറും നിസ്സാരം 10 രൂപയിൽ തുടങ്ങി 60 രൂപയിൽ വന്ന് നിൽക്കുന്ന നിരക്ക്. അവിടെ നിന്ന് വീണ്ടും 30 60 രൂപ മുടക്കി ടിക്കറ്റ് എടുത്ത് വൻ സുരക്ഷാ പരിശോധനയിലൂടെ കടന്ന് പ്ലാറ്റ്ഫോമിലേക്ക്. ഇവിടെ ആളുകൾ തീരെ കുറവാണെങ്കിലും അധികം സുരക്ഷിതമാക്കി സൗകര്യപ്രദമാക്കി ഒരുക്കിയിരിക്കുന്ന ഒരു സ്റ്റേഷനാണ്. ശരിക്കും പറഞ്ഞ ആള് കൂടുന്നിടത്തല്ലേ കൂടുതൽ സുരക്ഷ വേണ്ടേ? ഇവിടെയാണെങ്കിൽ ചില്ലുകൂടിന് പുറത്തു മാത്രമേ നമുക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ. ട്രെയിൻ വന്ന് വാതിൽ തുറന്നാൽ മാത്രമേ ഈ ചില്ലുകൂടിന്റെ വാതിൽ തുറക്കൂ. അതുകൊണ്ട് ഇവിടെ പാളത്തിൽ വീണുള്ള അപകടം ഉണ്ടാവില്ല എന്ന് സാരം. എല്ലായിടത്തും നിറഞ്ഞ പരസ്യം, വെൽക്കം ടു മെട്രോ. മുമ്പേ പറഞ്ഞതുപോലെ ഇതാണ് മുംബൈ മെട്രോയിലെ ലൈൻ 7 അഥവാ റെഡ് ലൈൻ. ദഹിസർ ഈസ്റ്റിൽ തുടങ്ങി ഈ ഗുണ്ടാവല്ലി വരെ 16.5 കിലോമീറ്റർ നീളത്തിലുള്ള ഈ ലൈനിൽ 14 സ്റ്റേഷൻസ് ഉണ്ട്. നമ്മൾ എന്തായാലും അങ്ങേ അറ്റം വരെ പോകുന്നില്ല. മുംബൈ മെട്രോപൊളിറ്റൻ റീജിയനിലെ വരാനിരിക്കുന്ന എല്ലാ മെട്രോയുടെയും പ്രവർത്തനങ്ങളും പരിപാലനവും നടപ്പിലാക്കുന്നതിനായി മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി സ്ഥാപിച്ച മുംബൈ മെട്രോ ഓപ്പറേഷൻ കോർപ്പറേഷൻ, MMOCL, എന്നൊക്കെ പറഞ്ഞ പോലെ MMOCL. ഈ MMOCL ആണ് ഇതിന്റെ ഓപ്പറേഷൻ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ കാത്തിരുന്ന ട്രെയിൻ എത്തി. കൃത്യം ആ ഡോറിന്റെ സ്ഥലത്ത് അത് നിർത്തി ഡോർ തുറന്നു. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക്. ഇതിനകത്ത് തിരക്കൊന്നുമില്ല, വളരെ സുഖമായിട്ടിരുന്ന് സുഖിച്ചുള്ള യാത്ര. കാഴ്ചകൾക്ക് മാറ്റമൊന്നുമില്ല, പഴയ പോലെ തന്നെ എല്ലായിടത്തും തിളങ്ങുന്ന ഉയർന്ന ഫ്ളാറ്റുകളും അപ്പാർട്ട്മെന്റുകളും കോർപ്പറേറ്റ് ഓഫീസുകളും ആഡംബര നഗരത്തിന്റെ കാഴ്ചകൾ. ഒപ്പം ദാരിദ്ര്യം വിളിച്ചു കാണിക്കുന്ന ചേരികളും ചേരികളിലെ കൂരകളും. മുമ്പോട്ട് പോകുന്തോറും പണമുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ആ വലിയ അന്തരം, വ്യത്യാസം വളരെ വെളിവാകുന്ന കാഴ്ചകൾ. ഇത്ര നേരം വിഷ്ണു വരെ തൂങ്ങുമായിരുന്നു സുഹൃത്തുക്കൾ. നല്ല AC, പുറത്താണ് നല്ല ചൂട്. ആ ചൂട് ഇത് ബാലൻസ് ചെയ്യാൻ ഇപ്പോൾ നല്ലൊരു സമയമാണ്. അതുകൊണ്ട് AC-ക്കകത്ത് കയറിയിരുന്ന് ഉറക്കം തൂങ്ങുമായിരുന്നു. സ്വാഭാവികമായിട്ടും AC ഇല്ല, ഇനിയും എത്ര സ്റ്റോപ്പും ഉണ്ട്? 4 ഓരോ സ്റ്റോപ്പിൽ നിർത്തി പോവാണ്. ഏകദേശം 12 സ്റ്റോപ്പുകൾ ആ സമയത്തുണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, കുറേ സ്റ്റോപ്പുകൾ കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ ഗോയിങ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തൂക്കമുണ്ട്. രാത്രി കടനെ പിടിക്കാൻ പോയി. കാഴ്ചകൾ കാണുന്നതിനിടയ്ക്ക് 2019 കണക്കനുസരിച്ച്
60 കോടി ആളുകൾ കഴിഞ്ഞുപോയ 5 വർഷങ്ങളിൽ മെട്രോ സൗകര്യങ്ങൾ ഉപയോഗിച്ചതായി കണക്കുകൾ പറയുന്ന മുംബൈ മെട്രോ സിസ്റ്റം ചുരുക്കത്തിൽ ഒന്ന് അവതരിപ്പിക്കാം. അതായത് 4.5 ലക്ഷം ആളുകൾ ദിവസം ഇതിൽ യാത്ര ചെയ്യുന്നു. മുംബൈ, മഹാരാഷ്ട്രയുടെ തലസ്ഥാനം, ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിറ്റി, ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്ന്. 2011 കണക്കനുസരിച്ച് മൊത്തം മെട്രോപൊളിറ്റൻ ഏരിയയിലെ ജനസംഖ്യ 2 കോടിയിലധികം. മുംബൈ സബർബൻ റെയിൽവേ ഓരോ ദിനവും 70 ലക്ഷം യാത്രക്കാരെ വഹിക്കുന്നു. സബർബൻ റെയിൽ സംവിധാനത്തിലൂടെ ബന്ധിപ്പിച്ചിട്ടില്ലാത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് യാത്ര ചെയ്യാൻ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി MMRDA, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ DMRC, ടാറ്റ കൺസൾട്ടൻസി സർവീസ് TCS, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT മുംബൈ എന്നിവയുടെ സഹായത്തോടെ തയ്യാറാക്കിയ പ്ലാനിന്റെ നടപ്പിലാക്കലാണ് ഈ കാണുന്ന മുംബൈ മെട്രോ. അന്നുണ്ടായ പ്ലാനിൽ മാറ്റങ്ങൾ വരുത്തി ഇന്ന് പ്രവർത്തനത്തിലുള്ളതും പണി നടക്കുന്നതുമായ 10-16 പാതകളുണ്ട്. വെറും 2.7 കിലോമീറ്റർ ദൂരത്തിൽ തുടങ്ങി 45 കിലോമീറ്റർ ദൂരമുള്ള ലൈനുകൾ വരെ ഇതിൽ പെടുന്നു. ആകെ 337.1 കിലോമീറ്റർ ദൂരത്തിൽ മെട്രോ സർവീസ് ലഭ്യമാക്കാനാണ് ഇവരുടെ പ്രവർത്തനം. ഇപ്പോൾ സർവീസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം കയറിയ ലൈൻ 1 അഥവാ ബ്ലൂ ലൈൻ, ലൈൻ 2A അഥവാ യെല്ലോ ലൈൻ, ഇപ്പോൾ നമ്മൾ പോകുന്ന ലൈൻ 7 അഥവാ റെഡ് ലൈൻ എന്നീ 3 എണ്ണമാണ്. മറ്റുള്ളതിന്റെ പ്രവർത്തനം നടന്നു വരുന്നേ ഉള്ളൂ. ഭൂമിക്ക് അടിയിലൂടെ പോകുന്ന ലൈനുകളുണ്ട്. അവയിലൂടെയുള്ള ട്രയൽ റണ്ണുകൾ ഒക്കെ നടന്നു കഴിഞ്ഞു. വളരെ വേഗം അവയുടെ പ്രവർത്തനങ്ങൾ നടന്ന് ഈ നാടിന് ഒരു വികസന കുതിപ്പായി മാറട്ടെ. എല്ലാ ലൈനുകളും വരുന്നതോടെ 1 കോടി ആളുകൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു യാത്രാ മാർഗമായി ഇത് മാറും എന്നാണ് പ്രതീക്ഷ. ഇതുകൂടാതെ മോണോറെയിൽ കൂടി മുംബൈയിലുണ്ട്. ഈ മാറ്റങ്ങളോടൊപ്പം ദാരിദ്ര്യത്തിൽ ആണ്ടുകിടക്കുന്ന സമൂഹത്തെ പരിഗണിച്ചുകൊണ്ടുള്ള വികസനം സാധ്യമാകട്ടെ എന്ന് ആശിക്കുന്നു. അങ്ങനെ ദീർഘമേറിയ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട രാഷ്ട്രീയ ഉദ്യാൻ മെട്രോ സ്റ്റേഷനിലെത്തി. ട്രെയിൻ നിർത്തി ഞങ്ങൾ ഇറങ്ങുവാണ്. നമ്മളെ കൊണ്ടുവന്ന് വിട്ട ട്രെയിനിനോടുള്ള ആദരസൂചകമായി അതിനെ യാത്ര അയക്കാനുള്ള നിൽപ്പാണ്. അങ്ങനെ ട്രെയിനിനെ പറഞ്ഞു വിട്ടിട്ട് എസ്കലേറ്റർ വഴി പ്ലാറ്റ്ഫോമിൽ നിന്നും ഇറങ്ങി ടിക്കറ്റ് സ്കാൻ ചെയ്ത് എക്സിറ്റ് പോയിന്റിലേക്ക്, അവിടെ നിന്നും ലിഫ്റ്റിൽ കയറി താഴേക്ക്. മെട്രോയുടെ എക്സ്പീരിയൻസ് ഇതാ കഴിയുകയാണ്. ഞങ്ങൾ ഈ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? അത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.